بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون بسم الله والحمد لله الصلاة والسلام على رسول الله اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين ثم ما بعد. നമ്മളിനി തുടങ്ങേണ്ടത് സൂറത്തുൽ ഹുജുറാത്താണ്. സൂറത്തുൽ ഹുജുറാത്ത് എന്ന് പറഞ്ഞാൽ ഹുജുറാത്ത് കൊണ്ട് ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വീടുകളാണ്. ഹുജുറാത്ത് കൊണ്ട് ഉദ്ദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വീടുകളാണ്. അത് എത്ര വീടുകളാണ്? 9 വീടുകളാണ്. 9 വീടുകൾ. ആ വീടുകളാണ് പിന്നെ അവിടെ ഉദ്ദേശം, ഹുജുറാത്ത് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ നമ്മൾ സൂറത്തുൽ ഹുജുറാത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ഹുജുറാത്തുകളുടെ പ്രത്യേകതകൾ ഏതാണ്? ആ ഹുജുറാത്തുകൾ ഇതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കുന്നത്. അത് അനിവാര്യവുമാണ്. അത് നമ്മൾ മനസ്സിലാക്കൽ അനിവാര്യവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയുടെ കിഴക്ക് വടക്കായി ഹുജറകൾ സ്ഥാപിച്ചിരുന്നു. ഹുജറത്ത് എന്ന് പറഞ്ഞാൽ മറകെട്ടി മറച്ച സ്ഥലം എന്നുള്ള അർത്ഥം. മറകെട്ടി മറക്കപ്പെട്ട സ്ഥലം, അതിനാണ് ഹുജറ എന്ന് പറയുക. ഏതൊരു സ്ഥലമാണോ മറകെട്ടിയിട്ട് ഭദ്രമാക്കിയിട്ടുള്ളത് അതിനാണ് എന്ത് പറയുക? ഹുജറ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഇറങ്ങിയത് റബീഉൽ അവ്വൽ മാസം തിങ്കളാഴ്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയിട്ട് താമസിച്ചത് അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആലാന്റെ വീട്ടിലാണ്. അബു അയ്യൂബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ്. 7 മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആലാന്റെ വീട്ടിൽ താമസിച്ചു. ആ ഇടക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യതീമുകളുടെ ഒരു സ്വത്ത് പിന്നെ മദീനയിലുണ്ടായിരുന്നു. അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ വീടിൻ്റെ മുന്നിലായിട്ട് അത് 20 ദീനാർ കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്ക് വാങ്ങി. അങ്ങനെ മസ്ജിദ് നബവി പണിതതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരുടെ ഹുജറകൾ പണിയാൻ തുടങ്ങി. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളും അതേപോലെ അബൂബക്കർ റളിയല്ലാഹു തആലയുടെ മക്കളൊക്കെ ഇവിടെ തന്നെയുള്ളത്, മക്കത്ത് തന്നെയാണുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം മദീനയിൽ സുസ്ഥിരമായപ്പോൾ റസൂലുള്ളാഹി സെയ്ദ് ബിൻ ഹാരിസയെയും അതേപോലെ തന്നെ അബൂ റബാഹിനെയും മക്കയിലേക്ക് പറഞ്ഞയച്ച്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവർ രണ്ടുപേരോടൊപ്പം അബ്ദുല്ലാഹിബ്നു ഉറൈഖിത്ത് അദ്വലിയെയും പറഞ്ഞയച്ച്. അബ്ദുല്ലാഹിബ്നു ഉറൈഖ് എന്ന് പറഞ്ഞാൽ കാഫിറാണ്. അദ്ദേഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അബൂബക്കറിനും മദീനയിലേക്കുള്ള വഴികാട്ടി ഹിജ്റയുടെ വേളയിൽ. അയാൾ മുസ്ലിമാണ്. ഈ അബ്ദുല്ലാഹിബ്നു ഉറൈഖത്തിനെയും ഇവരുടെ കൂടെ പറഞ്ഞയച്ച് മക്കത്തേക്ക്. എന്തിന്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെയും അതേപോലെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മക്കളെയും കുടുംബത്തെയും മദീനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ സെയ്ദും അബൂ റബാഹും അബ്ദുല്ലാഹിബ്നു ഉറൈഖിത്തും മക്കയിലേക്ക് പോയി. എന്നിട്ട് ഫാത്തിമയെയും ഉമ്മു കുൽസൂമിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ സൗദ ബിൻത് സംഅയെയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുവന്ന്. അതോടൊപ്പം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ നിന്ന് ആയിഷയെയും അസ്മയെയും പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുള്ളയെയും ഭാര്യ ഉമ്മു റൂമാനെയും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഭാര്യ ഉമ്മു റൂമാനെയും ഉമ്മുൽ ഖൈറിനെയും എന്ത് ചെയ്ത് കൊണ്ടുവന്ന്. അങ്ങനെ ഇവരൊന്നിച്ചാണ് ഹിജറ വരുന്നത്. ആയിഷ, അസ്മ, അബ്ദുള്ള, ഉമ്മു റൂമാൻ, ഉമ്മുൽ ഖൈർ. ഇത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കുടുംബം. പിന്നെ ഉമ്മു കുൽസൂം, ഫാത്തിമ, പിന്നെ സൗദ ബിൻത് സംഅ റളിയല്ലാഹു അൻഹൽ ജമീ ഇവരൊന്നിച്ച് ഹിജറ വന്ന്. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് ഞങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ മസ്ജിദ് നബവിൻ്റെ പണി പൂർത്തിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുജറ നിർമ്മിച്ചിരുന്നു. ഞങ്ങൾ പിന്നെ മദീനയിൽ താമസം തുടങ്ങി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തിട്ടുണ്ട്? വിവാഹ ഉടമ്പടി കഴിഞ്ഞിട്ടുണ്ട്, വീട് കൂടിയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, റസൂലെ നിങ്ങളുടെ കുടുംബവുമായി വീട് കൂടിയാലും. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു അബൂബക്കർ മഹർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മഹർ അബൂബക്കർ റളിയല്ലാഹു തന്നെയാണ് നൽകുന്നത്. പിന്നെ 12 ഊഖിയയും ഒരു നിഷും എന്ന് പറഞ്ഞാൽ 500 ദിർഹം മഹർ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മഹർ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് കൈമാറി. ആയിഷ റളിയല്ലാഹു തആല അൻഹ പിന്നീട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിൽ വന്നിറങ്ങി. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയായിരുന്നു, റസൂലുള്ളാഹി 2 ഹുജറ ഉണ്ടാക്കിയിരുന്നത്, ഒന്ന് ആയിഷക്കും മറ്റൊന്ന് സൗദക്കും. എനിക്കുള്ള ഹുജറയിൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് വീട് കൂടി. ആ വീട്ടിലാണ് പിന്നീട് ഞങ്ങൾ ജീവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടതും ഈ ഹുജറയിലാണ്, ഈ ഞാൻ അന്ന് താമസിച്ച ഹുജറയിലാണ് എന്ന് ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വന്ന് മസ്ജിദുൻ നബവി പണിത്. പിന്നെ എന്താ റസൂലുള്ളാഹി ഉണ്ടാക്കിയത്? ഭാര്യമാരുടെ ഹുജറകളാണ്. അതിൽ 2 ഹുജറ, ഒന്ന് ആയിഷയുടേതും പിന്നീട് സൗദയുടെയും. അത് രണ്ടും അടുത്തടുത്തായിരുന്നു. അതാണ് ആദ്യമായി നിർമ്മിച്ച ഹുജറകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയുടെ കിഴക്ക് ഭാഗത്താണ് എല്ലാ ഹുജറകളെയും പണിതത്. കിഴക്ക് ഭാഗത്ത്, അതേപോലെ തന്നെ വടക്ക് ഭാഗത്തേക്ക്, മനസ്സിലായോ? ഇങ്ങനെയാണ് ഹുജറകളെ പണിതത്. അത് 9 ഹുജറകളായിരുന്നു. ഇവിടെ ഇത് മസ്ജിദ് നബവി. ഞാനിത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പിന്നെ ചില വിഷയങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ വേറിട്ട് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ വരച്ചത്. മസ്ജിദ് നബവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം നിർമ്മിച്ചപ്പോൾ അത് 60 ദിറാഅ് മുഴം നീളവും 60 ദിറാഅ് വീതിയായിരുന്നു. പിന്നെ ഖൈബർ യുദ്ധ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ 100 മുഴമാക്കിയിട്ട് വീതി കൂട്ടി, നീളവും കൂട്ടി. 100 മുഴം നീളവും 100 മുഴം വീതിയും. ഇതാണ് മസ്ജിദ് നബവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടുകളൊക്കെ പണിതത് കിഴക്ക് ഭാഗത്താണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം മാത്രമായിരുന്നു പിൽക്കാലത്ത് ഈ മസ്ജിദ് നബവിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് താമസിച്ചിരുന്നത്. ഇല്ല എങ്കിൽ എല്ലാവരും കിഴക്ക് ഭാഗത്തായിരുന്നു. 9 ഹുജറകൾ. അതിൽ ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറ, അവരുടെ വീട്. ഇത് സൗദ റളിയല്ലാഹു തആല അൻഹയുടെ വീട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടിൻ്റെ കിബിലയുടെ ഭാഗത്തായിരുന്നു ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ വീട്. ഒരു വെടിപ്പഴുതുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞില്ല വെടിപ്പോത് എന്ന് പറയും, വെടിപ്പഴുത്. ആ വെടിപ്പഴുതിലൂടെ ആയിഷയും ഹഫ്സയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ടായിരുന്നു. അത്രമാത്രം അടുത്തായിരുന്നു സൗദ റളിയല്ലാഹു തആല അൻഹ. പിന്നെ ഈ ഹുജറ ഇത് ഫാത്തിമയുടെയും അലിയാരുടേതുമാണ്. ഫാത്തിമയും അലിയായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ഇത് സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയായിരുന്നു. സൈനബ് ബിൻത് ഖുസൈമ. ഈ സൈനബ് ബിൻത് ഖുസൈമ
അവർ പിന്നെ ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാര്യയായിരുന്നു. ഉബൈദ റളിയല്ലാഹു തആല അൻഹു ബദർ യുദ്ധത്തിൽ ഷഹീദായപ്പോൾ പിന്നെ അവർ വിധവയായി. പിന്നെ അവർ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് കല്യാണം കഴിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. അപ്പോൾ വീണ്ടും സൈനബ് ബിൻത് ഖുസൈമ ഇവർ പിന്നെ വിധവയായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കല്യാണം കഴിച്ചു. പക്ഷേ റസൂലുള്ളാഹിയോടൊപ്പം അവർ ഏതാനും മാസങ്ങളെ ജീവിച്ചുള്ളൂ. അലൈഹിസ്സലാം. റസൂലുള്ളാഹിൻ്റെ ജീവിതകാലത്ത് തന്നെ ഈ സൈനബ് റളിയല്ലാഹു തആല വഫാത്തായി. അപ്പോൾ ഈ ഹുജറ ഫാദിയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മി സലമയെ കല്യാണം കഴിച്ചപ്പോൾ ഉമ്മി സലമ റളിയല്ലാഹു തആലനെയാണ് ഉമ്മു സലമയാണ് പിന്നീട് ഈ ഹുജറയിൽ താമസിച്ചത്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ സൈനബ് ബിൻത് ഖുസൈമ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരി സൈനബാണിത്. പിന്നീട് ഉമ്മി സലമയുമാണ് ഈ ഹുജറയിൽ പാർത്തിയിരുന്നത്. ഇത് സൈനബ് ബിൻത് ജഹ്ഷ് എന്നിവരുടെ ഹുജറയാണ്. സൈനബ് ബിൻത് ജഹ്ഷ്, ഈ സൈനബ് രണ്ടും വ്യത്യാസമുണ്ട്. ഇവർ ബനു ഹിലാൽ ഗോത്രക്കാരിയാണ്. സൈനബ് ബിൻത് ജഹ്ഷ് അൽ ഹിലാലിയ. ഇത് സൈനബ് ബിൻത് ജഹ്ഷ്, ഇത് റസൂലുള്ളാഹിൻ്റെ അമ്മായി ഉമൈമത്തിൻ്റെ മകളാണ്. ഇവരെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിലെ പരാമർശമുള്ളത്. സൂറത്ത് അഹ്സാബിൽ സെയ്ദ് റളിയല്ലാഹു തആലയെ കല്യാണം കഴിച്ച് വിവാഹമോചനം നടത്തിയതിന് ശേഷം റസൂലുള്ള കല്യാണം കഴിച്ചത് ഈ മഹദിയാണ്, സൈനബ് ബിൻത് ജഹ്ഷിനെ. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരിൽ നിന്ന് റസൂലുള്ളാഹിൻ്റെ വിയോഗാനന്തരം ആദ്യം വഫാത്തായത് ഈ സൈനബ് ബിൻത് ജഹ്ഷാണ്, ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ. പിന്നെ ഇത് ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറ, ജുവൈരിയ ബിൻതുൽ ഹാരിസ്. ഇത് റംല ബിൻത് അബി സുഫിയാൻ എന്നിവരുടെ ഹുജറ. ഇത് മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറ. മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ വീട്. ഇവിടെ നോക്കി നിങ്ങളിത് 8 ഭാര്യമാർക്കേ ആയിട്ടുള്ളൂ. ഇനി ഒരാൾ ബാക്കിയുണ്ട്, അതാരാ? ഖദീജ റളിയല്ലാഹു തആല അവർ ഇവിടെ വരില്ല. അവർ മക്കത്ത് തന്നെ മരണപ്പെട്ടതല്ലേ. മക്കത്ത് തന്നെ അവർ മരണപ്പെട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 50ാമത്തെ വയസ്സിൽ. അതുകൊണ്ട് ഖദീജ റളിയല്ലാഹു തആല ഇവിടെ ഇല്ല. സഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു തആല അൻഹ. സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറ ഇവ ഈ ഭാഗത്ത് എവിടെയായിരുന്നു എന്നുള്ളത് തിട്ടല്ല. ഞാൻ ഈ ഒരു രൂപെടുത്തത് മസ്ജിദ് നബവിയുടെ ചുറ്റും സഹാബത്തിൻ്റെ വീടുകൾ എന്ന പേരിലൊരു കിതാബുണ്ട്. അബ്ദുൽ ഖനി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകാരന്, ചരിത്രകാരനാണ് അദ്ദേഹം, നിപുണനാണ്. അദ്ദേഹത്തിൻ്റെ കിതാബിൽ നിന്നും അതേപോലെ തന്നെ മറ്റു ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ് ഈ ഒരു സൂറത്ത് എടുത്തിട്ടുള്ളത്. അതിലൊക്കെ സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ വീട് എവിടെയായിരുന്നു തിട്ടല്ല. പക്ഷേ 9 വീടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇബ്ൻ നജാറിനെ പോലുള്ളവരൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എവിടെയായിരുന്നു സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ വീട് എന്നുള്ളതാണ് മനസ്സിലായില്ലേ. ഈ നിരയിൽ ഒരിടത്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ വീട് ഈ നിരയിൽ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വീടുകളൊക്കെ കിഴക്ക് വടക്കായിട്ടായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് എന്നാണ്. അപ്പോൾ സഫിയയും റളിയല്ലാഹു തആല അൻഹയും അവരുടെ ഹുജറയും ഈ ഒരു നിരയിലാവാനാണ് സാധ്യത. ഫാത്തിമ, അലി ഇവരുടെ ഹുജറ ഇവർ താമസിച്ചിരുന്നത് ഈ ഭാഗത്താണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയുടെ വടക്ക് ഭാഗത്തായിരുന്നു ഫാത്തിമയും അലിയാരും ഉണ്ടായിരുന്നത്. ഈ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഒരു വെടിപ്പഴുതുണ്ടായിരുന്നു, കുവ. അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരുടെ വിവരം അന്വേഷിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. എല്ലാ ഹുജറകളുടെയും പ്രത്യേകത, ആ ഹുജറകളിൽ നിന്ന് മസ്ജിദ് നബവിയിലേക്ക് വാതിലുണ്ടായിരുന്നു. ഈ വാതിൽ ഇതാണ് ബാബു ജിബ്രീൽ എന്നറിയപ്പെടുന്ന വാതിൽ. ഇതാണ് ബാബുൻ നബി. മസ്ജിദ് നബവിയിലേക്ക് ബാബുൻ നബി എന്ന് പറഞ്ഞിട്ടൊരു വാതിലുണ്ടായിരുന്നു. ഇത് ബാബു ജിബ്രീൽ. ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ വീട്, അത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് പള്ളിയിൽ നിന്ന് അല്പം മുന്നിട്ട് കൊണ്ടായിരുന്നു. ഈ ഭാഗത്തിനാണ് ഹൂഖത്ത് ഹഫ്സ എന്ന് പറയാം. ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ വീടിൻ്റെ തൊട്ടുള്ള ഇടവഴി ഒരാൾക്ക് ഞെരിഞ്ഞു പോകാൻ പറ്റിയൊരു വഴിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് പള്ളിയിലേക്കൊക്കെ ഉള്ള ആ വീട്ടിൽ നിന്ന് പള്ളിയിലേക്കുള്ള വഴി ഇവിടെയാണ്. ഹൂഖത്ത് ഹഫ്സ എന്നതിന് പറയാം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഹുജറകൾ. ഈ ഹുജറകളാണ് സൂറത്തുൽ ഹുജറാത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നതായ
ഹുജറകൾ. ഈ ഹുജറകളുടെ പ്രത്യേകത, അവ ഉയരം കൂടിയ ഹുജറകളല്ല. ഇമാം അൽ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഹുജറകളിൽ പ്രവേശിച്ചു. അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ തൊട്ടാൽ, കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേൽക്കൂര സ്പർശിക്കാമായിരുന്നു. അത്രമാത്രം ഉയരമായിരുന്നു അതിനുണ്ടായിരുന്നത്. ഹുജറകളുടെ പ്രത്യേകത, ഈ ഹുജറകളൊക്കെ കണ്ട ഇപ്പോൾ ദാവൂദ് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഹുജറകൾ കണ്ടിട്ടുണ്ട്. ആ ഹുജറകൾ റഅയ്തുൽ ഹുജറാത്ത് മിൻ ജരീദിൻ നഖൽ, ഈത്തപ്പന പട്ട കൊണ്ടുണ്ടാക്കിയ ഹുജറകളെ ഞാൻ കണ്ടു. മഗ്ഷിയൻ ബി മുസൂഹിഷാർ, പിന്നെ രോമത്തിൻ്റെ വസ്ത്രം കൊണ്ട് ആ ഹുജറകളെ മറച്ചിരുന്നു. അങ്ങനെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഹുജറകളെ ഞാൻ കണ്ടു എന്നാണ് ദാവൂദ് ഇബ്നു ഖൈസ് പറയുന്നത്. ബുഖാരി പ്രസ്തുത ഹദീസ് അദബുൽ മുഫ്രദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹദീസ് സഹിഹാണ്. അതേപോലെ തന്നെ മുഹമ്മദ് ഇബ്നു ഹിലാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഹുജറകൾ കണ്ടത് പറയുന്നുണ്ട്. അത് ജരീദുൻ നഖൽ, ഈത്തപ്പനയുടെ ജരീദ് കൊണ്ടായിരുന്നു, പട്ട കൊണ്ടായിരുന്നു. അതിനെ ഈ മുസൂഹുഷാർ, രോമത്തിൻ്റെ ഒരു വസ്ത്രം അത് കൊണ്ട് മസ്തൂറത്തൻ, അത് പിന്നെ മറക്കപ്പെട്ട നിലയിലായിരുന്നു എന്നും പിന്നെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഹുജറകളെക്കുറിച്ചുള്ള പിന്നെ ചില വിഷയങ്ങൾ നമ്മൾ അനിവാര്യമായി മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഈ ഹുജറകൾ അത് കേവലം ഒരു ഇടുങ്ങിയ അറയായിരുന്നു എന്നുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഭാര്യമാരെ ശരിക്ക് പിന്നെ അവരുടെ താമസ സ്ഥലത്ത് പരിഗണിച്ചിട്ടുണ്ട്. അന്നത്തെ കഴിവിൻ്റെ പരമാവധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറ പ്രത്യേക ഇവിടം മാറ്റി വരച്ചത്. ഇപ്പോൾ നമ്മളിവിടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറ കണ്ടില്ലേ? റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുടെ ഹുജറ ഏറെക്കുറെ ഒരേപോലെയായിരുന്നു. അതിൽ ഹുജറത്തുൻ നബി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹുജറ ആരുതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയാണ്. അതുകൊണ്ട് തന്നെ ആ ഹുജറയാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തത്, മാറ്റി വരച്ചത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാണ്ട് ഈ ഹുജറയുടെ സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ ഈ ഹുജറയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഖബറുകളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ അതൊന്ന് മാറ്റി വരച്ചിട്ടുള്ളത്. ഏതായാലും ഇതാണ് ഹുജറകൾ. ഏറെക്കുറെ ചരിത്രത്തിൽ വന്നതനുസരിച്ച് ഈ ഹുജറകളുടെ സ്ഥാനങ്ങളും ഇതിൽ ഒരു ഹുജറ, അതാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറ, ഹുജറത്തുൻ നബി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹുജറ. ഞാൻ പറഞ്ഞു ഹുജറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് മറകെട്ടി ഭദ്രമാക്കിയത് എന്നർത്ഥം. മറകെട്ടി ഭദ്രമാക്കിയ ഭൂസ്ഥലത്തിന് നമ്മൾ ഹുജറ എന്ന് പറയും. ഇപ്പോൾ ഈ റൂം ഹുജറയാണ്. എന്തുകൊണ്ട്? ഇത് 4 ഭാഗത്തും ചുമര് കെട്ടിയിട്ട് വാതിലും ഒക്കെ അടച്ചുറപ്പുള്ള രീതിയിൽ ഭദ്രാണ്. ഇതിനെ ഹുജറ എന്ന് പറയും. അപ്പോൾ ആ നിലക്ക് ഇതാണ് ഹുജറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറയുടെ പ്രത്യേകത, അതിൽ ഹുജറ എന്ന് പറഞ്ഞിട്ട് മുറ്റുണ്ടായിരുന്നു. മുറ്റത്തിന് ഹുജറ എന്ന് പറയാൻ കാരണം മുറ്റം എന്താണ്? ഭദ്രാണ്. പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ബൈത്ത്, വീട്, അതാണ് ഈ അടയാളപ്പെടുത്തിയത്. പിന്നെ ആ ബൈത്തിന് സഹ്വ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക അറ, സഹ്വ എന്ന് പറയും. ബൈത്തിൽ ഒരറ, അതാണ് സഹ്വ. പിന്നെ ഈ ബൈത്തിൽ മഷ്റുബ എന്ന് പറഞ്ഞിട്ടൊരു മുസ്തൗദ, ഒരു ഖസാന, എന്താ ഖസാന, സ്റ്റോർ റൂം, അതുണ്ടായിരുന്നു. അതിന് മഷ്റുബ എന്നാണ് പറയുക. മഷ്റുബ. പിൽക്കാലത്ത് വടക്ക് ഭാഗത്ത്, ഹുജറയുടെ വടക്ക് ഭാഗത്ത് ഒരു കെനീഫ് സ്വീകരിച്ചിരുന്നു. കെനീഫ് എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം നടത്താനുള്ള സ്ഥലം. കെനീഫ് മലമൂത്ര വിസർജനം നടത്താനുള്ള സ്ഥലം. അത് ഹുജറയുടെ വടക്ക് ഭാഗത്തായിരുന്നു.
അലി റളിയല്ലാഹു തആലയുടെയും ഫാത്തിമയുടെയും വീടിൻ്റെയും അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആലയുടെ വീടിൻ്റെയും ഇടയിൽ വടക്ക് ഭാഗത്തായിരുന്നു കെനീഫ് ഉണ്ടായിരുന്നത്, സ്ഥിതി ചെയ്തിരുന്നത്. ഇനി ഈ ഹുജറ, അതേപോലെ സഹ്വ, ബൈത്ത്, മഷ്റുബ, കെനീഫ്, അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളാണ്. ഹുജറ, ദാവൂദ് ബിൻ ഖൈസ് പറയാണ്, ഞാൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടിൻ്റെ വാതിലിന് നേരെ നിന്നു. വാതിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കായിരുന്നു. അതാണ് ഈ വാതിൽ. ഇതാണ് ബൈത്ത്. അതിൻ്റെ വാതിൽ പടിഞ്ഞാറ് ഭാഗത്തേക്കായിരുന്നു. ദാവൂദ് ബിൻ ഖൈസ് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല, ഞാൻ റസൂലുള്ളാഹിയുടെ ഭാര്യമാരുടെ ഹുജറകൾ കണ്ടു. ഹുജറകളിൽ നിന്ന് ബൈത്തിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ മുറ്റുണ്ടല്ലോ, മുറ്റത്തിൻ്റെ ദൂരം, അത് സിത്തത്ത് അസ്റോ അല്ലെങ്കിൽ സബഅത്ത് അസ്റോ ആയിരുന്നു. സിത്തത്ത് അസ്റോ എന്ന് പറഞ്ഞാൽ 6 മുഴം. അപ്പോൾ 6 മുഴം നീളാണ് മുറ്റത്ത് നിന്ന് എവിടേക്ക്, ഈ മുറ്റത്തിൻ്റെ അതിർത്തി ഉണ്ടല്ലോ അവിടുന്ന് ബൈത്തിലേക്ക്. എന്നിട്ട് അദ്ദേഹം പറയണേ, വഅഹ്രിസുൽ ബൈത്ത് ഫഹുവ അഷ്റു അസ്റോ, വീടിൻ്റെ ഈ നീളം അത് 10 മുഴായിരുന്നു. വീട് 10 മുഴായിരുന്നു. വീടിൻ്റെ നീളം 10 മുഴം. ഈ അറദുൽ ഹുജറയാണ് 6 അല്ലെങ്കിൽ 7 മുഴം പറഞ്ഞു. അറദുൽ ഹുജറത്തിൻ്റെ വീതി. പിന്നെ ബൈത്തിൻ്റെ വീതി അതാണ് 10 മുഴം. 10 മുഴം, ഒരു മുഴം എത്ര? 10 മുഴം നട്ടിട്ടുണ്ടെങ്കിൽ എത്ര? ഒരു മുഴം എത്ര അല്ലേ? 10 മുഴം നട്ടിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം 5 മീറ്ററും കുറച്ചും അല്ലേ, 10 മുഴം. എന്നിട്ട് പറയാണ് അദ്ദേഹം, ദാവൂദ് ബിൻ ഖൈസ് പറയാണ്, അതിൻ്റെ സംഖ്യ ഞാൻ നോക്കി. വീടിൻ്റെ സംഖ്യ പറഞ്ഞാൽ മേൽക്കൂര 8 മുഴായിരുന്നു. അപ്പോൾ വീട് ഇങ്ങനെ മുസ്തഖീം നേരല്ല, പിന്നെയോ ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ടായിരിക്കും. കാരണം മേൽക്കൂര 8 ഉള്ളൂ, അടിയോ 10 മുഴമുണ്ട്. അപ്പോൾ അടി 10 മുഴവും മേൽക്കൂര 8 മുഴായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബൈത്തിൻ്റെ മുറ്റം അതാണ് ഈ ഹുജറത്ത്. അതാണ് നമ്മൾ പറഞ്ഞത് എത്ര? 6 മുഴം നീളം എന്ന് പറഞ്ഞത്. 6 മുഴം. ഇതാണ് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ നീളാണ് 10 മുഴം, മേൽക്കൂര 8 മുഴം. ഇങ്ങനെയായിരുന്നു. അതാണ് ദാവൂദ് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം ഈ ഭാഗത്താണ് വന്ന് നിന്നത്. ആയിഷ റളിയല്ലാഹു തആലയുടെ ബൈത്തിൻ്റെ വാതിലിന് മുന്നിൽ, അത് പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു. ഈ ഹുജറക്കൊരു വാതിലുണ്ടായിരുന്നു. എല്ലാ വീടുകൾക്കും പള്ളിയിലേക്ക് എന്തുണ്ട്? വാതിലുണ്ട്. എല്ലാ ഹുജറകൾക്കും. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആലയുടെ ഹുജറയിൽ നിന്നും എവിടേക്കുണ്ട്? പള്ളിയിലേക്ക് വാതിലുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന പല ഹദീസുകളിലും ഈ വാതിലിനെ കുറിച്ചുള്ള പരാമർശം കാണാം. ആയിഷ റളിയല്ലാഹു തആല പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഹുജറയുടെ വാതിലിൽ നിന്നു, എൻ്റെ ഹുജറയുടെ വാതിലിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നു. അപ്പോൾ ഹബശക്കാർ പള്ളിയിൽ കളിക്കുകയായിരുന്നു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിന്ന് ഹബശക്കാരുടെ കളി കാണുകയുണ്ടായി. അപ്പോൾ ഇവിടെ ആയിഷ റസൂൽ എവിടെ നിന്നത്? ഈ ഹുജറയുടെ വാതിലാണ് നിന്നത്. അതിൻ്റെ പിന്നിൽ ആര് നിന്ന്? ആയിഷ റളിയല്ലാഹു തആല നിന്ന് ആ ഹബശക്കാരുടെ കളി പള്ളിയിൽ കണ്ടു എന്നാണ് പറയുന്നത്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസം അനസ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഞങ്ങളെല്ലാവരും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പിന്നിൽ ഫജ്ർ നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുജറയുടെ വിരി നീക്കിയപ്പോൾ ഞങ്ങളത് ശ്രദ്ധിച്ച് അബൂബക്കർ റളിയല്ലാഹു തആല നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിലേക്ക് നിന്ന് റസൂലുള്ളാഹി നിസ്കരിക്കാൻ വേണ്ടി വരികയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഒരു വിരി ഞങ്ങളോട് ഇങ്ങനെ നിസ്കരിക്കാൻ പൂർത്തിയാക്കാൻ കാണിച്ചിട്ട് റസൂലുള്ളാഹി വിരി നീക്കി തൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. പിന്നൊരു നമസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിട്ടില്ല. അപ്പോൾ ഈ റസൂലുള്ളാഹി നീക്കിയ വിരിയും ഏതിൻ്റേതാണ്? ഹുജറയുടെ വിരിയാണ്. ഇതേപോലെ പിന്നെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയാണ്, ഞാൻ വീട്ടിലും ബൈത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറയിലും വിത്ർ നിസ്കരിക്കും. ഞാൻ ബൈത്തിലും വീട്ടിലും റസൂലുള്ളാഹി ഹുജറയിലും വിത്ർ നിസ്കരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടും, പിന്നെ 1 റക്അത്ത് നിസ്കരിക്കും. ഇരട്ടയുടെയും ഒറ്റയുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം കൊണ്ട് വേർപ്പെടുത്തിയിരുന്നു.
റസൂലുള്ള സലാം വീട്ടുമ്പോൾ അത് ഞങ്ങളെ കേൾപ്പിച്ചിരുന്നു. അപ്പോൾ റസൂലുള്ള നിസ്കരിച്ചിരുന്നത് എവിടെയാണ്? ഹുജറയിലാണ്, മുറ്റത്താണ്. ആയിഷ നിസ്കരിച്ചിരുന്നത് റളിയല്ലാഹു തആല വീട്ടിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഹദീസിലൊക്കെ പറയപ്പെടുന്നതായ ഹുജറ ഇതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസമാണ് തറാവീഹ് ജമാഅത്തായിട്ട് നിസ്കരിച്ചത്. എങ്ങനെയാണ് നിസ്കാരം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുജറയിൽ നിസ്കരിക്കുന്നത് സഹാബികൾ കാണുകയാണ്. അപ്പോൾ എന്ത് ചെയ്ത്? റസൂലുള്ള നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ അവർ വന്നിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുക റസൂലുള്ളാഹിൻ്റെ പിന്നിൽ. പിന്നെ 3 ദിവസം നിസ്കരിച്ച് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഹുജറയിലേക്ക് ഇറങ്ങിയില്ല. എന്നിട്ട് റസൂലുള്ള എന്താ പറഞ്ഞത്? ആ നിസ്കാരം നിങ്ങളുടെ മേൽ ഫറളാക്കുമോ എന്ന് ഞാൻ ഭയന്നു, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാതിരുന്നതെന്നാണ് പറഞ്ഞത്. 4-ാം ദിവസവും ആളുകൾ കൂടിയപ്പോൾ. അപ്പോൾ ആ നിസ്കാരം നടന്നതൊക്കെ എവിടെയാണ്? ഹുജറയിലാണ്. മനസ്സിലായില്ലേ? ഹുജറ അല്ല ഇതിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇത് ഈത്തപ്പന ഓല കൊണ്ടായിരുന്നു ഈ ഹുജറൻ്റെ ഭിത്തി. അതിനെ രോമത്തിൻ്റെ ഒരു വസ്ത്രം അങ്ങനെ പൊതിഞ്ഞിരുന്നു എന്നുള്ളതാണ്, മറച്ചിരുന്നു എന്നുള്ളതാണ്. അത് വളരെ ഉയരം കുറഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിസ്കരിക്കുന്നത് ആര് കാണുന്നത്? പള്ളിയിലുള്ള ആളുകൾ കാണുന്നത്. അതാണ് ഹുജറയുമായി ബന്ധപ്പെട്ടുള്ളതായ ചരിത്രം. ഹദീസുകൾ കാണാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ബൈത്തിൽ നിന്ന് ഖുർആൻ ഓതും. ഹുജറയിലുള്ള ഞങ്ങൾ ആ ഓത്ത് കേട്ടിരുന്നു, റസൂലുള്ളാഹിൻ്റെ ഓത്ത് ഞങ്ങൾ കേൾക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത് ഈ ഹുജറയെക്കുറിച്ചാണ്. ഖലാസ്. ഹുജറയിൽ നിന്ന് ബൈത്തിലേക്ക് വീടുണ്ട്, ഹുജറയിൽ നിന്ന് ബൈത്തിലേക്ക് വാതിലുണ്ട്. അതാണ് പിന്നെ ആയിഷ റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്കുള്ള പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള വാതിൽ. ഇത് ബൈത്ത്. പിന്നെ ബൈത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ബൈത്തിൽ ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് ഒരു സഹവ ഉണ്ടായിരുന്നു. സഹവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകം ഒരു വീട്ടിനുള്ളിൽ നമ്മളിപ്പോൾ റൂം എന്നറിയില്ലേ, വീട്ടിലൊരു റൂം, ഇതാണ് ബൈത്തെങ്കിൽ അതാണ് സഹവ, റൂം. ഇത് ആയിഷ റളിയല്ലാഹു തആലയുടെ റൂമായിരുന്നു. മനസ്സിലായില്ലേ? നമ്മൾ ഹദീസിൽ വായിക്കും, ആയിഷ റളിയല്ലാഹു തആല അൻഹ തൻ്റെ സഹവയിൽ അവർക്കൊരു വിരി സ്വീകരിച്ചു. ആ വിരിയിൽ ചിത്രം ഉണ്ടായിരുന്നു എന്നാണ്. സഹവയുടെ വാതിലിലാണ് ആ വിരി സ്വീകരിച്ചത്. ഇവിടെ അതിൽ തസാവീർ ചിത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആലയോട് ഈ വിരി നീക്കാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ സഹവയുടെ വാതിലിൽ അവരെന്ത് ചെയ്തിരുന്നു? ഒരു കർട്ടൻ തൂക്കിയിരുന്നു. ആ കർട്ടനിൽ ചിത്രങ്ങളുണ്ടായിരുന്നു. ഫീഹി തമാസീൽ അല്ലെങ്കിൽ ഫീഹി തസാവീർ, അങ്ങനെയൊക്കെ ഹദീസിൽ കാണാം, ചിത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല ആ കർട്ടൻ ഇവിടെ തൂക്കി, ഈ സഹവയുടെ അറയുടെ വാതിലിൽ തൂക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ അത് കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് നീരസം, അത് നീക്കാൻ പറഞ്ഞു. അതുകൊണ്ട് കാണാം ആയിഷ റളിയല്ലാഹു തആല ആ വിരി ചീന്തിയിട്ട് 2 തലയിണ ഉണ്ടാക്കി. ഒരു റിപ്പോർട്ടിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാതിൽ വന്നപ്പോൾ ഈ വിരി കണ്ടപ്പോൾ അറയിൽ പ്രവേശിക്കാതെ മാറി നിന്ന്. ചില ഹദീസുകളിൽ കാണാം ഈ വിരി തൂക്കിയത് വാതിലിലൂടെ കയറുന്നവർക്ക് അവർക്ക് അഭിമുഖമായിരുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടിന് 2 വാതിലുണ്ടായിരുന്നു. ബൈത്തിലേക്ക് 2 വാതിലുണ്ടായിരുന്നു. ഒന്ന് ഈ പടിഞ്ഞാറ് ഭാഗത്തിലൂടെ, മറ്റൊന്ന് വടക്ക് ഭാഗത്തിലൂടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ആ വിരി അവരുടെ അഭിമുഖമായിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് നിസ്കരിച്ചപ്പോൾ ഈ വിരിയിലെ ചിത്രങ്ങൾ എന്ത് ചെയ്ത്? റസൂലുള്ളാഹിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, പിന്നെ ഈ വിരി നീക്കൂ ആയിഷ, എൻ്റെ നിസ്കാരത്തിലെ ശ്രദ്ധ മുഴുവൻ വിരി കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഏതാണ്? ഈ സഹവയുടെ വാതിലിൽ അവർ തൂക്കിയിരുന്ന വിരിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിൽ അവർക്ക് എന്തുണ്ടായിരുന്നു? ഒരു സഹവത്ത് ഉണ്ടായിരുന്നു. ആ സഹവത്ത് അതാണെന്ത്? ഉർഫ, റൂം. അതിലായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹ താമസിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ റസൂലുള്ളാഹിയെ മറമാടിയത് ഈ സഹവയിലാണ്. മനസ്സിലായില്ലേ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, നമ്മുടെ അധ്യാപകരിൽപ്പെട്ട വിശ്വസ്തരോട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഖബറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ, അതായത് ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള വീട്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ വലത് ഭാഗത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ, ചുമരിനോട് അടുത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ചുമരിനോടടുത്ത് ഇങ്ങനെയാണ് ഖബർ ഒരുക്കിയത്. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലിൻ്റെ ഭാഗത്തേക്ക് ഈ രീതിയിലാണ് ഖബർ ഒരുക്കിയത്. മനസ്സിലായോ? ഉമർ റളിയല്ലാഹു തആല അൻഹു പിന്നീട് വഫാത്തായപ്പോൾ ഇങ്ങനെയാണ് ഖബർ ഒരുക്കിയത്. മനസ്സിലായില്ലേ? ഇന്ന് നമ്മൾ ഖബർ
ഖബർ കാണൂല, അതിനെക്കുറിച്ച് ഞാൻ പറയാം ഇൻഷാ അല്ലാ. ഏതായാലും ചുമരിനോടടുത്തായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, മറമാടിയിട്ടുള്ളത്. പടിഞ്ഞാറ് ഭാഗത്തിലൂടെയുള്ള വാതിലിലൂടെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വാതിലിലൂടെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഖബറുള്ളത് എവിടെയാണ്? റസൂലുള്ളാഹിൻ്റെ ഖബർ വലത് ഭാഗത്ത് ചുമരിന് താഴെയായിട്ട് അന്നത്തെ ചുമരിന് താഴെയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ലഹദിനെ ഒരുക്കിയത് എന്നുള്ളതാണ്. 3 ഖബറുകളും ഇതിലാണുള്ളത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഈ സഹ്വ ഹുജറയിൽ അല്ലെങ്കിൽ ഗുർഫയിലാണ് ഈ 3 ഖബറുകൾ ഉള്ളത്. അംറ ബിൻത് അബ്ദുറഹ്മാൻ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹ പറയാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ സാദാ വീട്ടിൽ ധരിക്കുന്ന ഡ്രസ്സിലായിരുന്നു ഈ ഹുജറയിൽ താമസിച്ചിരുന്നത്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖബറും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറും അവിടെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ മറമാടിയതിൽ പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ വീട്ടിൽ ധരിക്കുന്ന ഡ്രസ്സിൽ ഹുജറയിൽ പാർത്തിട്ടില്ല എന്നാണ്. ഹുജറയിൽ പാർത്തിട്ടില്ല. ആവശ്യമെങ്കിൽ അവരെന്ത് ചെയ്യും, പൂർണ്ണമായും മറച്ചതിന് ശേഷമായിരുന്നു ഹുജറയിലേക്ക് പ്രവേശിച്ചിരുന്നത്. സംഭവം സഹിയാണ്, മനസ്സിലായില്ലേ. പിന്നീട് ഈ ഖബറുകളെ വേർപ്പെടുത്തുന്ന രീതിയിൽ ഒരു മറ ഭിത്തിയായിട്ട് ഇവിടെ ഉണ്ടാക്കുകയും അതേപോലെ തന്നെ ഈ സഹവത്തിൻ്റെ വാതിൽ പിൽക്കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അടക്കുകയും ചെയ്തിട്ടുണ്ട്. സഹവത്തിൻ്റെ ഈ വാതിലുണ്ടല്ലോ, ഈ വിരികൾ തൂക്കിയിരുന്നു എന്ന് പറയുന്ന വാതിൽ, അത് മറച്ച് ഖബറുകളെ ഭദ്രാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ. ഖബറുകൾ കാണാൻ പിന്നീട് ഒരു ശുബാക്ക്, ഒരു ജനൽ അഴി മാതിരി ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു വിരി തൂക്കിയിരുന്നു. പിൽക്കാലത്ത് ആരെങ്കിലും ഖബർ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ശുബാക്കിൻ്റെ വിരിയാണ് നീക്കി കൊടുത്തിരുന്നത് കാണാൻ. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരൻ്റെ മകൻ ഖാസിം, പിൽക്കാലത്ത് ഖാസിം അദ്ദേഹം താബിഈയാണ്, അദ്ദേഹം ആയിഷ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, ഉമ്മ എനിക്ക് ഖബറുകൾ കാണിച്ചു തരണം. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ വിരി നീക്കി കൊടുത്തു എന്നാണ്. അങ്ങനെ ആ ശുബാക്കിലൂടെ അല്ലെങ്കിൽ ആ വിരി നീക്കിയതിലൂടെ ഖാസിം 3 ഖബറുകളെ കണ്ടു. ആ ഖബറുകൾ ലാ മുഷ്രിഫത്തിൻ, കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകളല്ല, വല ലാത്തിയത്തിൻ, കുഴിഞ്ഞിരിക്കുന്ന ഖബറുകളല്ല, മബ്തൂഹത്തിൻ ബി ബത്ഹാഇൽ ഉർസത്തിൽ ഹംറ, വെളുത്ത ചെരൽക്കല്ലുകൾ പാകിയിട്ട 3 ഖബറുകളെ ഞാൻ കണ്ടു എന്നാണ് ആര് പറയുന്നത്, ഖാസിം റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അപ്പോൾ ഈ ഖബറുകൾ ഒരുക്കപ്പെട്ടത് എവിടെയാണ്? സഹ്വയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബൈത്തിൽ ഉണ്ടായിരുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഉർഫയിൽ. മനസ്സിലായില്ലേ. ഇതാണ് സഹ്വ. ആ സഹ്വയെ സംബന്ധിച്ചിടത്തോളം ഒരു വാതിലുണ്ട് അതിന്. ആ വാതിൽ ബൈത്തിൻ്റെ വാതിൽ വടക്ക് ഭാഗത്തു നിന്നുണ്ട്, അതിന് ലംബായിട്ടായിരുന്നു, നേരെയായിട്ടായിരുന്നു. മനസ്സിലായില്ലേ. ഈ വടക്ക് ഭാഗത്ത് തന്നെ ഇതേപോലെ പള്ളിയിലേക്ക് വാതിലുള്ളതുപോലെ തന്നെ ഈ ഹുജറ എന്ന് പറഞ്ഞാൽ അതാണ് മുറ്റത്തിൻ്റെ പിന്നെ ഈ ഈത്തപ്പന കൊണ്ടുള്ളതായ ഇതുണ്ടല്ലോ മറ, ആ മറക്കും ഇവിടെ ഈ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു ഒരു വാതിലുണ്ടായിരുന്നു. ഇതാണ് ഹുജറ, ബൈത്ത്, അതേപോലെ സഹ്വ. ഇനി ഇതിൽ ശേഷിക്കുന്ന ഒരിത് മഷ്റുബയാണ്. മഷ്റുബ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖിസാന. ഈ ഖിസാന ആയിഷ റളിയല്ലാഹു തആല എൻ്റെ വീടിൻ്റെ മേൽഭാഗത്തായിരുന്നു. അതായത് ഇതിനൊരു സഖഫ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ കൈ കൊണ്ട് തൊട്ടാൽ എത്തുന്ന രീതിയിൽ സഖഫുണ്ട്, മേൽക്കൂരുണ്ട്. ആ മേൽക്കൂരക്ക് മുമ്പ് മേലെയായിരുന്നു ഈ മഷ്റുബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖിസാന. അതിനൊരു വാതിലും ഉണ്ടായിരുന്നു, അതിന് പൂട്ടും താക്കോലും ഉണ്ടായിരുന്നു. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുതിരപ്പുറത്ത് സഞ്ചരിച്ച്, അപ്പോൾ കുതിര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് പോയപ്പോൾ റസൂലുള്ളാഹിൻ്റെ കാലൊരു ഈത്തപ്പനക്ക് അടിച്ച് അങ്ങനെ കാല് പൊട്ടി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായിട്ട് കിടന്നപ്പോൾ ജാബിർ പറയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിനെ രോഗസന്ദർശനം നടത്തി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടിൻ്റെ മഷ്റുബയിലായിരുന്നു കിടന്നിരുന്നത്, മഷ്റുബയിൽ. അങ്ങനെ ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് പ്രവേശിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുസബ്ബിഹു ജാലിസൻ എന്ന് പറഞ്ഞാൽ ഇരുന്ന് നമസ്കരിക്കുമായിരുന്നു. അപ്പോൾ ആ ഖിസാനയുടെ പ്രത്യേകത അതിൽ പിന്നെ ഇരിക്കാനും അതേപോലെ കിടക്കാനൊക്കെ എന്തുണ്ട്, സൗകര്യമുള്ള രീതിയിലാണ് ആ മഷ്റുബ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. റസൂലുള്ളാഹി ഇരുന്ന് നമസ്കരിക്കുന്നതായിട്ട് ഞങ്ങൾ കാണുകയുണ്ടായി ഈ മഷ്റുബയിൽ എന്നാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അതേപോലെ മറ്റൊരു സംഭവം, ഈ മഷ്റുബയെ അറിയിക്കുന്ന മറ്റൊരു സംഭവം, ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പിന്നെ റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക് ചെന്ന് ഈ മഷ്റുബയിലേക്ക് പ്രവേശിക്കാൻ എന്തുണ്ടായിരുന്നു എന്നാണ്, ഒരു ഈത്തപ്പന മുട്ടിയുടെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു എന്നാണ്. കാരണം ഇത് മുകളിലാണല്ലോ, അപ്പോൾ അതിലേക്ക് കയറാൻ. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ വീട്ടിലേക്ക് ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നു. ഉമർ വന്നത് ഹഫ്സയുടെ വിഷയം സംസാരിക്കാനാണ്. ഹഫ്സയുമായി ബന്ധപ്പെട്ട് അതേപോലെ ആയിഷയുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയം ഉണ്ടായിരുന്നു റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഉമർ അറിഞ്ഞിട്ട് പിന്നെ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് വരികയാണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മഷ്റുബയുടെ വാതിലിന് താഴെ നിലത്ത്
റസൂലുള്ളാഹിൻ്റെ മൗല റബാഹുണ്ട്. അപ്പോൾ റബാഹിനോട് ഉമർ പറയാണ്, റസൂലുള്ളാഹിയോട് അനുവാദം ചോദിക്കും, ഞാനങ്ങോട്ട് വരട്ടെ. അപ്പോൾ റബാഹ് ഒന്നും മിണ്ടണില്ല. വീണ്ടും പറയണം, റസൂലുള്ളാഹിനോട് അനുവാദം ചോദിക്കും, ഞാൻ അങ്ങോട്ട് വരികയാണ്, എനിക്ക് വരാം. അപ്പോഴും പിന്നെ റബാഹ് മൗനം ദീക്ഷിച്ചു. മൂന്നാമത് ഇത് ഗർജിച്ച് പറഞ്ഞ്, മാത്രമല്ല ഉമർ പറയാണ് പുറത്തുനിന്ന്, ഹഫ്സ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി കൽപ്പിക്കുകയാണെങ്കിൽ ഹഫ്സൻ്റെ കഴുത്ത് ഞാൻ വെട്ടും. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് അനുവാദം ചോദിക്കുക. അപ്പം റസൂലുള്ളാഹിക്ക് മനസ്സിലായി ഉമർ വളരെ ഗൗരവത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അങ്ങനെ റബാഹിനോട് റസൂലുള്ളാഹി പറഞ്ഞ് ഉമറിനോട് വരാൻ പറയും. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. അപ്പോൾ പറയാണ്, റബാഹ് എവിടെയുള്ളത്? പിന്നെ ഇതിലേക്ക് കയറാനുള്ള ആ സ്റ്റെപ്പിൻ്റെ അടിയിലാണുള്ളത്. അങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് ഞാൻ ഈ മഷ്റുബയിൽ റസൂലുള്ളാഹിൻ്റെ ഖിസാനയിൽ പ്രവേശിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖിസാനയിൽ കിടക്കുകയാണ്. അപ്പോൾ കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ജരീദുണ്ടല്ലോ, ഈത്തപ്പനപ്പട്ട, അതുകൊണ്ട് മെടഞ്ഞ ഒരു പായയിലാണ് കിടക്കുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മഷ്റുബയിലേക്ക് പ്രവേശിച്ചപ്പോൾ, ഖിസാനയിലേക്ക് പ്രവേശിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചാഞ്ഞിരിഞ്ഞ്. അപ്പോഴാണ് റസൂലുള്ളാഹിൻ്റെ പാർശ്വഭാഗത്ത് എന്തുണ്ടായത്? ഈ പായയുടെ അടയാളം കണ്ടത്. ഉമർ റസൂലുള്ളാഹിൻ്റെ ഖിസാന, ഇത് എന്താണ്, സ്റ്റോർ റൂമാണല്ലോ, അതിങ്ങനെ നിരീക്ഷിച്ചപ്പോൾ അതിലാകെയുള്ളത് ഒരു കബുല ഷഈർ മാത്രമാണ്, ബാർലി, ഒരു പിടി ബാർലി മാത്രമാണ് ആ ഖസാനയിലുള്ളത്, സ്റ്റോർ റൂമിലുള്ളത്. പിന്നെ കൊന്നയുടെ ഇലകൾ നിറച്ച ഒരു തോൽസഞ്ചി കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഖിസാനയിൽ ആകെയുള്ളത് ഒരു പിടി ഷഈറും ബാർലിയും ഒരു തോൽസഞ്ചി കെട്ടി തൂക്കിയതും പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കണ ഈ പായാണുള്ളത്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, റസൂലെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹുവിൻ്റെ സഫുവത്താണ്. സഫുവത്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടദാസനുമാണ്. ഞാൻ എന്താണ് നിങ്ങളുടെ ഖിസാനയിലേക്ക് കാണുന്നത്? പേർഷ്യയുടെയും റോമയുടെയും രാജാക്കന്മാർ അവരവിശ്വാസികളാണ്, എന്നിട്ടും അവർക്ക് എത്രമാത്രം അനുഗ്രഹമാണ് നൽകപ്പെട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ മഷ്റബയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്? കരയുന്നത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനെ ആശ്വസിപ്പിച്ച് പറയുന്നത്, അമാ തർല അൻ യകൂന ലഹുമുദ് ദുനിയ വലനൽ ആഖിറ. ഉമർ, അവർക്ക് ദുനിയാവും നമുക്ക് ആഖിറത്തിൽ അനുഗ്രഹങ്ങളുമാവുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഉമറിനെ ആശ്വസിപ്പിക്കുന്നത് ഈ മഷ്റബയിൽ വെച്ചാണ്. മനസ്സിലായി? ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹിൻ്റെ ഹുജറയുടെ പ്രത്യേകതയാണ്. അതിലെന്തുണ്ടായിരുന്നു? ഒരു മഷ്റബ ഉണ്ടായിരുന്നു, അതിൻ്റെ ചരിത്രമാണ്. മനസ്സിലായി? ഇതേപോലെ മഷ്റബയുമായി ബന്ധപ്പെട്ടുള്ളൊരു ചരിത്രം, ദുക്കൈൻ ഇബ്നു സഈദ് അൽ മുസനി എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി മുസനികളുമായിട്ട്, ബനു മുസൈന ഗോത്രക്കാരായിട്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയാണ്, ഈ ദുക്കൈൻ ഇബ്നു സഈദ് പറയാണ്, റസൂലെ, ഞങ്ങൾക്ക് തിന്നാൻ ഭക്ഷണമല്ല, ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനോട് പറയുന്നുണ്ട്, ഉമർ നിങ്ങൾ അവർക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഉമർ ചെന്ന് റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ ചെന്നിട്ട് മിഫ്താഹ് എടുത്ത്, ചാവിയെടുത്ത് ഈ മഷ്റൂബുണ്ടല്ലോ ഖിസാനയിൽ കയറി ഈ മഷ്റൂബിൻ്റെ അതിൻ്റെ വാതിൽ തുറന്ന് ഈ മുസനികൾക്ക് ദുക്കൈൻ ഇബ്നു സഈദ് അൽ മുസനിക്ക്, അതേപോലെ തന്നെ അയാളുടെ കൂടെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്തു? അതിൽ നിന്ന് ഭക്ഷണം എടുത്തു കൊടുത്തു എന്ന് പറയുന്ന ഹദീസിൻ്റെ സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്. അപ്പോൾ ഈ ഹദീസുകളൊക്കെ അറിയിക്കണത് എന്താണ്? ഈ മഷ്റൂബയെക്കുറിച്ചാണ്. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൻ്റെ മഷ്റൂബ. അപ്പോൾ ഈ ഹുജറയുടെ പ്രത്യേകതയാണ്, അതിൽ ഹുജറത്തുണ്ട്, ബൈത്തുണ്ട്, സഹവത്തുണ്ട്, മഷ്റൂബുണ്ട്. ഇതേപോലെ പിൽക്കാലത്ത് അതിൽ കെനീഫ് വന്നു. ആദ്യകാലത്ത് കെനീഫ് ഉണ്ടായിരുന്നില്ല. കെനീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മലമൂത്ര വിസർജന സ്ഥലമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇപ്പോൾ ഈ അവരെക്കുറിച്ച് അപവാദം പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തിൽ വരെ കാണാം ആയിഷ റളിയല്ലാഹു തആല അൻഹ അന്ന് വരെ അവരെന്താ ചെയ്യുക? രാത്രി കാലങ്ങളിൽ വെളിം പ്രദേശത്തേക്ക് പോകലാണ്, മലമൂത്ര വിസർജന ആവശ്യത്തിനൊക്കെ പുറത്തേക്ക് പോകലാണ്, അവർ വിദൂരതയിലേക്ക് പോകും. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അപവാദം പറയുന്ന ആ സംഭവം വരെ ആയിഷ അറിയുന്നത് എങ്ങനെയാണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹ അറിയുന്നത് ഉമ്മു മിസ്തഹ് എന്ന് പറയുന്ന മഹദിയുമായിട്ട് അവർ പോവുകയാണ്. രാത്രി പോകുമ്പോഴാണ് മിസ്തഹിനെ ഉമ്മു മിസ്തഹ് ശപിക്കണത്, ഉമ്മ മകനെ ശപിക്കണത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിനെ എതിർത്ത്, ബദറിൽ പങ്കെടുത്ത മിസ്തഹിനെ നിങ്ങൾ എങ്ങനെ ശപിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ആയിഷയും ഉമ്മു മിസ്തഹ് പറയുന്നത്, എന്ത്, നിങ്ങൾക്കറിയില്ലേ ആയിഷ, മിസ്തഹും കൂട്ടരും എന്താണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്? നിങ്ങളും സഫ്വാൻ ഇബ്നു മുഅത്തലും തെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെക്കുറിച്ച് ഈ അപവാദ പ്രചരണം നടത്തുന്ന വിഷയം തന്നെ അറിയുന്നത്. മനസ്സിലായി? അതേ കൂട്ടി അവർ രോഗിയായി വീണു, അവർ കരഞ്ഞു, പിന്നെ അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നൊക്കെ സംഭവം. ഏതായാലും ആദ്യകാലങ്ങളിലൊക്കെ മലമൂത്ര വിസർജനം നടത്താൻ അവർ പോയിരുന്നത് എവിടേക്കാണ്? വെളിയിലേക്കാണ്, ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് രാത്രി സമയങ്ങളിൽ ആവശ്യങ്ങൾ നിർവഹിച്ച് വരികയാണ് ചെയ്തിരുന്നത്. പിന്നീട് എന്ത് ചെയ്തു? വീട്ടിൽ
ഒരു കനീഫ് സ്വീകരിച്ചു എന്നാണ്. അത് വീടിന് പുറത്ത്, ബൈത്തിന് പുറത്ത് വടക്ക് ഭാഗത്തായിട്ടൊരു കനീഫ് സ്വീകരിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഹദീസിൽ ഫിഖ്ഹിൻ്റെ ഒക്കെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് വായിക്കുമ്പോൾ കിബിലയിലേക്ക് മുന്നിടാൻ പറ്റുമോ പിന്നിടാൻ പറ്റുമോ മലമൂത്ര വിസർജന വേളയിൽ എന്നുള്ള വിഷയം സംസാരിക്കുമ്പോൾ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, ഞാൻ ഹഫ്സയുടെ വീട്ടിൻ്റെ മണ്ടയിൽ കയറി, മുകളിൽ കയറി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കനീഫിൽ എന്ന റിവായത്തിലുണ്ട്, കനീഫിൽ മലമൂത്ര വിസർജനം ചെയ്യുന്നത് കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സിറിയയുടെ ഭാഗത്തേക്ക് മുന്നിട്ട്, കഅബയുടെ ഭാഗത്തേക്ക് പിന്നിട്ട്, മുസ്തഖ്ബില ഷാം മുസ്തദ്ബിറൽ കഅബ, സിറിയയുടെ ഭാഗത്തേക്ക് മുന്നിട്ട് കഅബയുടെ ഭാഗത്തേക്ക് പിന്നിട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ആവശ്യം നിർവഹിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ആര് പറയുന്നുണ്ട്? ഇബ്നു ഉമർ പറയുന്നുണ്ട്. അവിടെ റസൂൽ ആവശ്യം നിർവഹിച്ചത് ഈ കനീഫിലാണ്. അതാണ് കാണുകയുണ്ടായത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടിൻ്റെ പ്രത്യേകത അതിൽ പിൽക്കാലത്ത് എന്തും വന്നിരുന്നു, ഒരു കനീഫും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കനീഫ് എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം നിർവഹിക്കാനുള്ള സ്ഥലം. ഇതാണ് പിന്നെ ഈ ഹുജറയുടെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറ എന്ന പേരിൽ നബിയിലേക്ക് ചേർക്കപ്പെടുന്ന ഹുജറ, അത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയാണ്. അതിൻ്റെ പ്രത്യേകത മനസ്സിലായില്ലേ? ഇനി ഇതിൽ ചില ചരിത്രങ്ങൾ കൂടി നമുക്ക് വേറെ മനസ്സിലാക്കാനുണ്ട്. ഈ 3 ഖബറുകൾ അല്ലോ, ഈ ഖബറുകൾ ഒരുക്കപ്പെട്ടത് എവിടെയാണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ബൈത്തിലാണ്, വീട്ടിലാണ്, ഉർഫയിലാണ്, അവരുടെ ഈ ഉർഫയിലാണ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അന്നത്തെ പണ്ഡിതന്മാരോട് ചോദിച്ച് അദ്ദേഹം ഉറപ്പുവരുത്തിയ സംഗതി, പടിഞ്ഞാറ് ഭാഗത്തിലൂടെയുള്ള വാതിലിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ഖബർ വടക്ക് ഭാഗത്ത്, അല്ല വലത് ഭാഗത്ത് ഖബറിനോട് ചാരിയാണ്, അല്ല ചുമരിനോട് ചാരിയാണ്, ചുമരിന് താഴെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ലഹിദ് ഒരുക്കിയത് എന്നുള്ളത്. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു, അദ്ദേഹത്തെ അവിടെ മറമാടപ്പെട്ടു. പിന്നീട് ഉമർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി, അദ്ദേഹത്തെയും ഈ ഹുജറയിലാണ് മറമാടിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അന്ന് ഹുജറ ഉണ്ടല്ലോ, ഇത് മസ്ജിദിന് പുറത്താണ്, കണ്ടോ? മസ്ജിദ് നബവി 100 മീറ്റർ മുഴവും അതേപോലെ 100 മീറ്റർ വീതിയും 100 മുഴം വീതിയും 100 മുഴം നീളവുമായിട്ട് മസ്ജിദ് നബവി എവിടെയാണ്? ഈ ഹുജറകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. മസ്ജിദിൽ നിന്ന് ഒന്നും എവിടേക്ക് ഉണ്ടായിരുന്നില്ല, ഹുജറയുടെ ഭാഗത്തേക്ക് ഉണ്ടായിട്ടില്ല. ഹുജറയുടെ ഭാഗത്തേക്ക് മസ്ജിദിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 2 പ്രാവശ്യം എന്ത് ചെയ്തു? മസ്ജിദ് നബവി വിപുലീകരിച്ചു. പിന്നീട് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് നേരിയ വർക്കുകൾ നടന്നിട്ടുണ്ട്, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒന്ന് വിപുലപ്പെടുത്തി. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് മസ്ജിദ് നബവി വിപുലപ്പെടുത്തി. അപ്പോഴും ഏത് ഭാഗത്താണ് വിപുലപ്പെടുത്തിയത്? പടിഞ്ഞാറ് ഭാഗത്താണ്. വീടുകളുടെ ഭാഗം അങ്ങനെ തന്നെയാണ്. പിന്നെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ 30 വർഷം കഴിഞ്ഞ് പിന്നീട് അമവികളുടെ ഖിലാഫത്തിൽ വലീദ് ബിൻ അബ്ദുൽ മലിക് ഭരണാധികാരിയായി. വലീദ് ബിൻ അബ്ദുൽ മലിക് ഭരണം ഏറ്റെടുക്കുന്നത് ഹിജറയുടെ 86-ലാണ്. ഈ 86-ന് മുമ്പ് മദീനയിലുണ്ടായിരുന്ന പിന്നെ സഹാബികളെല്ലാവരും മരണപ്പെട്ടു. അവസാനം മരണപ്പെട്ടത് മദീനയിൽ ജാബിർ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു മദീനയിൽ. അനസ് റളിയല്ലാഹു അൻഹു പിന്നീട് ജീവിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം ബസറയിലായിരുന്നു, മദീനത്തുണ്ടായിരുന്നില്ല. ഏതായാലും 86-ന് മുമ്പ്, പിന്നെ 86-ൽ വലീദ് ബിൻ അബ്ദുൽ മലിക് ഭരണം ഏറ്റെടുത്ത് അമവികളുടെ ഖലീഫയായി സ്ഥാനം ഏറ്റെടുത്ത്. അന്ന് മദീനയുടെ ഗവർണർ ഉമർ ബിൻ അബ്ദുൽ അസീസാണ്. വലീദ് ഇബ്നു അബ്ദുൽ മലിക് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ആ വിളംബരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഈ ഹുജറകളെ മുഴുവൻ പൊളിക്കാനായിരുന്നു. എന്നിട്ട് പള്ളി വലിപ്പം കൂട്ടാൻ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുടെ ഹുജറകൾ പൊളിച്ച് പള്ളി വലിപ്പം കൂട്ടാനായിരുന്നു വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ നിർദ്ദേശം. അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഗവർണറാണ്. അദ്ദേഹത്തിന് ഖലീഫയുടെ ഭരണാധികാരിയുടെ കൽപ്പന പാലിക്കൽ നിർബന്ധമായി, അനിവാര്യമായി. പക്ഷേ അന്ന് മദീനയിലുണ്ടായിരുന്ന ഫുഖഹാക്കൾ, 7 ഫുഖഹാക്കൾ അറിയപ്പെട്ടവർ, പിന്നെ മറ്റു ഫുഖഹാക്കൾ 10 ഫുഖഹാക്കൾ അന്ന് പ്രത്യേകം അറിയപ്പെട്ടിരുന്നു. അവരെല്ലാവരും ഇതിനെ എതിർത്ത്, അതേപോലെ തന്നെ അതിൻ്റെ പേരിൽ മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ചരിത്രത്തിൽ കാണാം, ഈ ഹുജറകൾ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ നേതൃത്വത്തിൽ പൊളിക്കുകയാണ്.
മദീനയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മദീനവാസികൾ കരഞ്ഞ ദിവസം എന്നാണ്. കാരണം എല്ലാവരും പറഞ്ഞു, കാല് പിടിച്ച് അന്ന് അവരോട് പറഞ്ഞ് നിങ്ങളിത് പൊളിക്കരുത്, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുടെ ഹുജറകൾ നിങ്ങൾ പൊളിക്കരുത്, ഇതിങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞ് ഭരണാധികാരി കൽപ്പിച്ചതാണ്, ഞാൻ എങ്ങനെ നടപ്പിലാക്കാതിരിക്കും. അങ്ങനെ അതിൻ്റെ പേരിൽ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹുവിൻ്റെ മകൻ ഹുബൈബ് റളിയല്ലാഹുവിന് കൊല്ലപ്പെട്ടു. കാരണം അത് അദ്ദേഹം അത്രമാത്രം അതിനെ എതിർത്ത്, അതിൻ്റെ പേരിൽ അദ്ദേഹം വധിക്കപ്പെടേണ്ടായി, ഹുബൈബ് റളിയല്ലാഹുവിനു. അതേപോലെ തന്നെ ഓരോ സഹാബികളും, അബ്ബാൻ ബിൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ബാന് പറയാണ്, ഞങ്ങൾ പള്ളി വിപുലപ്പെടുത്തി, ഞങ്ങൾ പള്ളി വിപുലപ്പെടുത്തിയപ്പോൾ മസ്ജിദ് വിപുലപ്പെടുത്തുന്നത് പോലെയാണ് വിപുലപ്പെടുത്തിയത്, നിങ്ങൾ പള്ളി വിപുലപ്പെടുത്തിയപ്പോൾ കെനീസ വിപുലപ്പെടുത്തിയത് പോലെയാണ് നിങ്ങൾ വിപുലപ്പെടുത്തിയത്. കെനീസയിൽ എന്താ പ്രത്യേകത? ഖബറയിൻ്റെ ഉള്ളിലായിരിക്കും എന്ന രീതിയിൽ വരെ എന്ത് ചെയ്ത് അബ്ബാൻ ബിൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു ഇവരോട് സംസാരിക്കേണ്ടായി. പക്ഷേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗവർണറാണ്, ഇദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിച്ചാണ് അദ്ദേഹം ചെയ്യുന്നത് അവിടെ നടപ്പിലാക്കുന്നത്. അങ്ങനെ അന്ന് ഹുജറകൾ പൊളിക്കപ്പെട്ടു. ഈ 86-ന് ശേഷം ഹുജറകൾ പൊളിക്കപ്പെടുകയുണ്ടായി. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹുജറയാണ് അവിടെ ശേഷിപ്പിച്ചത്. എന്നിട്ട് എന്ത് ചെയ്ത് പള്ളി വിപുലപ്പെടുത്തി. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ കിഴക്ക് ഭാഗം എവിടേക്ക് വരുന്നത്? ആ പള്ളിയിലേക്ക് വരുന്നത്. അതുവരെ ഈ ഖബറുകൾ സ്ഥിതി ചെയ്യുന്ന ഹുജറയടക്കം പള്ളിൻ്റെ പുറത്താണ്, കിഴക്ക് ഭാഗം പിന്നെ പള്ളി ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് പള്ളി കിഴക്ക് ഭാഗത്തേക്ക് വരുന്നത്. പക്ഷേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഹുജറകൾ പൊളിച്ചെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു, ഈ 3 ഖബറുകൾ ഉണ്ടല്ലോ, ഈ ഖബറുകൾ ഉള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയെ അദ്ദേഹം പിന്നെ മതിൽ കെട്ടിയിട്ട്, വലിയ ഒരു മതിൽ കെട്ടിയിട്ട് മറച്ച്. അതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വിഷയമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഈ ഹുജറ പൊളിഞ്ഞിരുന്നു. അത് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഹുജറ അതിൻ്റെ ചുമരുകളൊക്കെ ഭദ്രമാക്കിയിട്ട് അതിലേക്കുണ്ടായിരുന്ന ആ വാതിലുകളൊക്കെ കൃത്യമായി അടച്ച് ഭദ്രമാക്കി. അതിനുശേഷം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹുജറയെ ഉണ്ടല്ലോ പഞ്ചഭുജാകൃതിയിലുള്ളതായി ഒരു മതിൽ കെട്ടിയിട്ട് മറച്ച്. അപ്പോൾ ഖബറുള്ള ഒരു മറക്കുള്ളിലാണ് ആരുള്ളത്? ഖബറുള്ളത്, ഖബറുകൾ 3 ഉള്ളത്. പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ പിന്നെ മതിൽ കെട്ടിയിട്ട് എന്ത് ചെയ്ത് മറിച്ച്. ആ മതിലിൻ്റെ പ്രത്യേകത ഇങ്ങനെ മസ്ജിദ് നബവിയിൽ നിന്ന് 3 മീറ്റർ റൗള ഉണ്ടല്ലോ, ഇതാണ് ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ മിമ്പർ, ഇവിടെ ഇതാണ് റസൂലുള്ളാഹിൻ്റെ വീട്. റസൂലുള്ള പറഞ്ഞു, മാ ബൈന ബൈത്തി വ മിമ്പരി റൗളത്തു മിൻ റിയാദിൽ ജന്ന, ഇതാണ് റൗള. എൻ്റെ വീടിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം എന്താണ്? റൗളത്തു മിൻ റിയാദിൽ ജന്ന എന്നാണ്, സ്വർഗത്തോപ്പാണെന്നാണ്. ഈ സ്വർഗത്തോപ്പ് എന്ന് പറയപ്പെടുന്നതായ റൗളയിൽ നിന്ന് 3 മീറ്ററോളം 3 മീറ്റർ ഇങ്ങോട്ടെടുത്ത് വീടിൻ്റെ ഭാഗത്തേക്ക് എടുത്ത്, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് ഇങ്ങനെ പിന്നെ വടക്ക് ഭാഗത്തേക്ക് കോണായി വരുന്ന രീതിയിൽ, ഇങ്ങനെ ഉണ്ടോ, വടക്ക് ഭാഗത്തേക്ക് കോണായി വരുന്ന രീതിയിൽ പഞ്ചഭുജാകൃതിയിലൊരു മതിൽ കെട്ടി. അതോടുകൂടി എന്തായി, ഖബറുകൾ 3 ഒരു മതിലിനുള്ളിൽ, ജീദാറിനുള്ളിൽ, പിന്നെ പഞ്ചഭുജാകൃതിയിലുള്ളതായ ഒരു മതിലിനുള്ളിൽ, 2 മതിലിനുള്ളിലായി. ഈ വടക്ക് ഭാഗം കോണാക്കാൻ കാരണം കാബയോട് സാദൃശ്യപ്പെടാതിരിക്കാനാണ്. കാരണം ഇത് ചതുരത്തിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആളുകൾ ഇവിടെയുള്ള ആളുകൾ നിസ്കരിക്കണേ, കാരണം പള്ളി വിപുലപ്പെടുത്തിയില്ലേ, പള്ളി ഇങ്ങോട്ടും വിപുലപ്പെടുത്തി, പിന്നെ നിസ്കാരം ഇവിടെ വരും. അപ്പോൾ ആളുകൾ ഖബർക്ക് തിരിഞ്ഞ് നിസ്കരിക്കാതിരിക്കാനാണ് എന്ത് ചെയ്തത്, ഖബർ ഇവിടെ ഈ ഭാഗം കോണാക്കിയത്. എന്നാൽ പിന്നെ അതിലേക്ക് നേരിട്ട് നിസ്കരിക്കുക എന്നുള്ളത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? അതിന് കഅബത്തിൻ്റെ ഒരു പ്രത്യേകത സ്വഭാവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി വടക്ക് ഭാഗം. കാരണം കഅബ ഉള്ളത് എവിടെയാണ്? കിബില ഉള്ളത്. മദീനയിൽ കിബില ഏത് ഭാഗത്താ? തെക്ക് ഭാഗത്താണ്. ഇങ്ങോട്ടാണ് കിബില, ഇവിടെയാണ് കിബില ഉള്ളത്. കണ്ട, കിബില ഇങ്ങോട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഹഫ്സ റളിയല്ലാഹു അൻഹ വീട് കിബിലയുടെ ഭാഗത്താണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇപ്പം ആളുകൾ ഇങ്ങോട്ടാണ് തിരിഞ്ഞ് നിസ്കരിക്കുക. അപ്പോൾ അവർ കഅബയിലേക്ക് എന്ന പോലെ തിരിഞ്ഞ് നിസ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉമർ റളിയല്ലാഹു തആല എന്ത് ചെയ്തത്, ഇങ്ങനെ കോണാകൃതി ഈ ഭാഗത്താക്കിയിട്ട് പിന്നെ എന്ത് ചെയ്തത്, മതിൽ കെട്ടിയത്. അതിന് പഞ്ചഭുജാകൃതിയായിരുന്നു. പക്ഷേ അതിൻ്റെ ഈ വടക്ക് ഭാഗം എന്തായിരുന്നു? ത്രികോണത്തിലായിരുന്നു. വടക്ക് ഭാഗം ത്രികോണത്തിലായിരുന്നു. ഈ പിന്നെ മതിലിന് കുറച്ച് ഉയരം കൂടുതലായിരുന്നു.
പിന്നീട് ചരിത്രത്തിൽ വേറൊരു മതിൽ ഇതിന് ചുറ്റും വന്നിട്ടുണ്ട്, വേറൊരു മതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട് അള്ളാഹുവിനോട്. എന്താണ്? അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവേ ലാ തജഅൽ ഖബരി, എൻ്റെ ഖബറിനെ നീ ആക്കരുത്, വസനൻ യുഅബദ്, ആരാധിക്കപ്പെടുന്ന വിഗ്രഹം, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്, ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു ഫഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി. റസൂലുള്ളാഹിൻ്റെ ആ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. അതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 മതിലുകൾ കൊണ്ട് ഈ ഖബറിനെ മറച്ചത്. 3 മതിലാണ്. ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹ എൻ്റെ ഹുജറിൻ്റെ മറ, രണ്ടാമത്തെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി ഉണ്ടാക്കിയ മറ, പിന്നെ പിൽക്കാലത്ത് എന്തിട്ടുണ്ട്? 3ാമതൊരു ജിദാറും വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഹിജ്റയുടെ 678 ഓർമ്മ ശരിയാണെങ്കിൽ ഹിജ്റയുടെ 678 ഖലാവൂൻ അസ്വാലിഹി എന്ന് പറയുന്ന ഭരണാധികാരി, ഖലാവൂൻ അസ്വാലിഹി, ഹിജ്റയുടെ 678 ഖലാവൂൻ അസ്വാലിഹി എന്ന് പറയുന്ന ഭരണാധികാരി എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഹുജറകളുണ്ടല്ലോ, ഈ ഭാഗത്ത്, പ്രത്യേകിച്ച് ഈ ഖബറിൻ്റെ ഭാഗത്ത് ഒരു കുബ്ബ ഉണ്ടാക്കി. ആ കുബ്ബ ആദ്യം അതിൻ്റെ കളറ് വെളുത്തതായിരുന്നു, പിന്നെ അതൊരു ബനസ്ഫജി കളറാക്കി, പിന്നീട് അതിന് മഞ്ഞ കളറാക്കി, പിന്നെ അതിന് പച്ച കളറാക്കി, ഇങ്ങനെ അതിന് കുറേ ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതായാലും ഈ ഖലാവൂൻ അസ്സാലിഹി കുബ്ബ ഉണ്ടാക്കി. ഏതിനു മുമ്പിൽ? ഈ ഖബറിൻ്റെ ഒക്കെ ഭാഗത്തിന് മുകളിലായിട്ട് കുബ്ബ ഉണ്ടാക്കി. ഇന്ന് കാണുന്ന കുബ്ബ ഉണ്ടല്ലോ, അതിൻ്റെ തുടക്കം. അത് സലാഹുദ്ദീൻ ഖലാവൂൻ അസ്സാലിഹി എന്ന് പറയുന്ന വ്യക്തിയാണ് അത് ഉണ്ടാക്കിയത്. ആ കുബ്ബയെ താങ്ങാനായിട്ടായിരിക്കാം ഈ പറയപ്പെട്ട മൂന്നാമത്തെ ജിദാർ വന്നത്. അത് 6 മീറ്റർ ഉയരായിരുന്നു. അതായത് ഈ ത്രികോണാകൃതിയുള്ളതായ ഉമർ ബിൻ അബ്ദുൽ അസീസ് നിർമ്മിച്ച ചുമരുണ്ടല്ലോ, ആ ചുമര് കഴിഞ്ഞിട്ടാണ് ആ ചുമരുള്ളത്. അത് 6 മീറ്റർ ഉയരത്തിലായിരുന്നു. 6 മീറ്റർ ഉയരത്തിൽ അതിൻ്റെ മുകളിലാണ് ആ കുബ്ബ, ഉള്ളത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അതാ പറയുന്നത്, അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖബറിനെ 3 മതിലുകൾക്കുള്ളിലാക്കിയത്. ഒന്ന് ഇത്, പിന്നെ പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയുടെ ആ മതിൽ, ഈ 3 മതിൽ. ചരിത്രം വായിക്കുമ്പോൾ പല പണ്ഡിതന്മാരും സ്ഥിരീകരിച്ചൊരു വസ്തുത, ഈ മൂന്നാമത്തെ മതിലുണ്ടല്ലോ, ഇപ്പോൾ ഈ പറഞ്ഞ കുബ്ബ ഉണ്ടാക്കണ മതിൽ, ആ മതിലും അതേപോലെ തന്നെ ഈ 2ാമത്തെ മതിലിനും ഇടയിൽ ഒരു സൂറുൻ ഹദീദി, ഒരു ഇരുമ്പിൻ്റെ മതിൽ വേറെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും ചരിത്രത്തിൽ പല പ്രാമാണികരായിട്ടുള്ള പണ്ഡിതന്മാരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് 4 മതിലുകൾ ശരിക്കുണ്ടെന്നാണ്. 4 മതിലുകൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ കാണാനോ ആ ഖബറിൻ്റെ അരികിലേക്ക് എത്തിപ്പെടാനോ കഴിയാത്ത വിധം എന്താണ്? ആ ഖബറുകൾ അഭദ്രാണ്. ഒരാളും ഞാൻ റസൂലുള്ളാഹിൻ്റെ ഖബർ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസയോഗ്യമല്ല. കാരണം എന്തുകൊണ്ട്? ഈ രീതിയിൽ മതിൽ കെട്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഖബറുകൾ മറച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്നുള്ള ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഭദ്രമായ മതിൽക്കെട്ടിനുള്ളിൽ എന്താക്കിയിട്ടുള്ളത്? ഈ ഖബറുകളെ ആക്കിയിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മനസ്സിലായി? ചരിത്രപരമായിട്ട് അതിൻ്റെ ആ മതിലുകൾ വന്നതിൻ്റെ ആ സാഹചര്യം ഞാനിവിടെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും പറയുകയാണ് ഈ കാണുന്ന ചിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ ചിത്രം എന്നാൽ അത് വിശ്വാസയോഗ്യമല്ല. കാരണം അത് പിൽക്കാലത്ത് ആർക്കും കാണാത്ത രീതിയിൽ എന്താണ്? ഖബറുകൾ ഭദ്രമാണ് എന്നർത്ഥം. ആരെങ്കിലും പറയാൻ ഞാൻ തൊട്ടു അല്ലെങ്കിൽ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞെങ്കിൽ അത് തീർത്തും വിശ്വാസയോഗ്യം അല്ല. ഇങ്ങനെ 4 മതിലുകൾക്കുള്ളിലാണ് പിന്നീട് ഈ ഖബറുകൾ വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ സംസാരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഹുജറകളെ കുറിച്ചാണ്. ആ ഹുജറകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന ഹുജറയാണ് ഹുജറത്തു ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറ. ആ ഹുജറ ഏറെക്കുറെ എല്ലാ ഹുജറകളും ഒരുപോലെയാണ്, ഏറെക്കുറെ. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറയുടെ പ്രത്യേകതയാണ് നമ്മളിവിടെ പറഞ്ഞത്. അതിൽ പിന്നെ അതിൻ്റെ വാതിലുകൾ ഇപ്പോൾ എത്ര വാതിലുകൾ ഉണ്ടാവും? ഈ മഷ്റൂബൻ്റെ വാതിൽ കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 6 വാതിലുണ്ടാവും. മനസ്സിലായില്ലേ? ഇവിടെ ഖാലിദ് ഇബ്നു മുസ്ലിം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഇബ്നു സഅദ് റിപ്പോർട്ട് ചെയ്യുന്ന റിവായത്തിൽ കാണാം, കാന ബാബു ബൈത്തിഹി ഒ ബൈത്തു ഹുജറത്തിഹി തിജാഹ ശാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിൻ്റെ വാതിലും ഹുജറത്തിൻ്റെ വാതിലും
സിറിയൻ്റെ നേരെയായിരുന്നു. സിറിയൻ്റെ നേരെ പറഞ്ഞാൽ വടക്ക് ഭാഗത്ത് നിന്നാണ്, ഇത് പടിഞ്ഞാറാണ്, ഇത് വടക്ക് ഭാഗത്ത്. അപ്പോൾ അതിന് മനസ്സിലാക്കാം ഈ ഭാഗത്തും എന്തുണ്ടായിരുന്നു, ഈ ഹുജറക്കും വാതിലുണ്ടായിരുന്നു, ബൈത്തിനും വാതിലുണ്ടായിരുന്നു. ഈ ബാബിലൂടെ പ്രവേശിച്ചാലാണ് പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ തൂക്കിയിട്ടിരുന്ന സഹ്വയിൽ തൂക്കിയിട്ടിരുന്നതായ വിരി ആ വാതിലിന് അഭിമുഖമായിട്ട് വന്നിരുന്നത്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം, ഇവിടുന്ന് ഇങ്ങനെ 3 വാതിലായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കരിച്ചത്? റസൂലുള്ളാഹിൻ്റെ പിന്നെ ഭൗതിക ശരീരം അതിനെ പുറത്തു കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഏതൊരു നബിയും മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടിടത്ത് നബി സല്ലല്ലാഹു ആ പ്രവാചകനെ മറമാടുക എന്നുള്ളതാണ് നിയമം. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഈ ഹുജറയിലാണ് മരണപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ തന്നെയാണ് ചെയ്ത് റസൂലുള്ളാഹിക്കുള്ള ആ ലഹദ് ഉണ്ടല്ലോ, ഖബർ ഒരുക്കിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറമാടിയത്, ഹുജറയിൽ നിന്ന് പുറത്തിറക്കിയിട്ടില്ല. അപ്പോൾ എങ്ങനെ നിസ്കരിച്ചു? അബൂ ഉസൈബ് റളിയല്ലാഹു തആല എന്ന് പറയാണ്, പിന്നെ അദ്ദേഹം റസൂലുള്ളാഹിക്ക് ജനാസ നിസ്കരിച്ചവരിൽപ്പെട്ടവരാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, കൈഫ നുസല്ലി അലാ റസൂലില്ലാ, നമ്മൾ എങ്ങനെ റസൂലുള്ളാഹിക്ക് നിസ്കരിക്കും? കാരണം ആളുകൾ കൂടുതലാണ്. അപ്പോൾ പറയപ്പെട്ടു, നിങ്ങൾ ഉദ്ഖുലു അലൈഹി അർസാലൻ അർസാല, ഓരോ ചെറിയ ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്യുക, വീട്ടിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ ഒരു വാതിലിലൂടെ പ്രവേശിക്കുകയും മറ്റേ വാതിലിലൂടെ പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു എന്നാണ് നിസ്കരിച്ചിട്ട്. അപ്പോൾ പ്രവേശിച്ചിരുന്നത് ഈ ഭാഗത്തിലൂടെയാണ്, പടിഞ്ഞാറ് ഭാഗത്തിലുള്ള വാതിലിലൂടെയാണ്. ഓരോ കൂട്ടം കൂട്ടായിട്ടാണ് പ്രവേശിക്കുന്നത്. എന്നിട്ട് അവർ നിസ്കരിക്കും, ഒരു ഇമാമിൻ്റെ കീഴിലല്ല, പിന്നെയോ ഓരോരുത്തരും നിസ്കരിക്കണം, സ്വന്തമായിട്ട് നിസ്കരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ നിസ്കരിക്കും. അപ്പോൾ ഈ പടിഞ്ഞാറ് ഭാഗത്തിലൂടെയുള്ള വാതിലിലൂടെ പ്രവേശിച്ച് ജനാസ നിസ്കരിച്ചതിന് ശേഷം വടക്ക് ഭാഗത്തുള്ള വാതിലൂടെ പുറത്ത് പോന്നിരുന്നു എന്നാണ് അബൂ ഉസൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ വന്നിട്ടുള്ളത്. മനസ്സിലായോ? എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ വീട്ടിനുള്ളിലായി? അത് നിയമമാണ്. ഏതൊരു പ്രവാചകനാണോ മരണപ്പെട്ടത്, പ്രവാചകൻ മരണപ്പെട്ടെടുത്താണ് ആ പ്രവാചകനെ മറമാടേണ്ടത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അന്നൊരിക്കലും ഖബറുടെ ഇവിടെ വന്നിട്ടില്ല, പള്ളിക്കുള്ളിലല്ല. പള്ളി പടിഞ്ഞാറ് ഭാഗത്ത് വേറെയാണ്, വീടുകൾ എവിടെയാണ്? കിഴക്ക് ഭാഗത്താണ്. കിഴക്ക് ഭാഗത്തേക്ക് പള്ളി ഉണ്ടായിട്ടേ അല്ല. പള്ളി കിഴക്ക് ഭാഗത്തേക്ക് വന്നത് ഹിജ്റയുടെ 86 ശേഷമാണ്. ഹിജ്റയുടെ 86 ശേഷമാണ്. മനസ്സിലായി? അന്ന് പണ്ഡിതന്മാരൊക്കെ എതിർത്തിട്ടുണ്ട്. അങ്ങനെ പള്ളി വിപുലപ്പെടുത്തുന്നതും ഹുജറകളെ പൊളിക്കുന്നതും എതിർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഖുബൈബ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ആ വിഷയത്തിലാണ് വധിക്കപ്പെട്ടത്. അപ്പോൾ അത്രമാത്രം എന്തുണ്ടായിരുന്നു? അല്ല, 86 അത് കുബ്ബുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട്. ഏതായാലും മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഖബറുകൾ അതൊരിക്കലും പിന്നെ പള്ളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് പിൽക്കാലത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, പള്ളിയിലേക്ക് പിന്നെ പള്ളിയെ വിപുലപ്പെടുത്താൻ ഹുജറകൾ പൊളിച്ച് വിപുലപ്പെടുത്തിയപ്പോൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ അന്നും എന്ത് ചെയ്തിട്ടുണ്ട്, അന്നും അവർ ശക്തമായ മതിൽ കെട്ടി ഖബറുകളെ വേർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരാൾക്കും ഖബറിലേക്ക് എത്തിപ്പെടാനോ അതേപോലെ തന്നെ ഖബറുകൾ കാണുവാൻ പോലുമോ കഴിയാത്ത വിധം എന്താണ്, ഖബറുകൾ അതിനുള്ളിൽ ഭദ്രാണ്. പിന്നെ എന്തുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖബർ അവിടെ വന്നു, ഉമർ റളിയല്ലാഹു തആലയുടെ ഖബറുകൾ അവിടെ വന്നു? അതൊക്കെ പിന്നെ ചില ചരിത്ര സാക്ഷ്യങ്ങളുടെ സംഭവങ്ങളുടെ പുലർച്ചയാണ്. ചരിത്ര സംഭവങ്ങളുടെ പുലർച്ചയാണ്. അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഈ ഖബറുകൾ മൂന്നും ഒരിടത്ത് വരാൻ കാരണമായ, അല്ലെങ്കിൽ അതിന് പിന്നെ കാരണമായ ചരിത്ര സംഭവത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു എന്നിട്ട് ഈ ഖബറുകൾ ഇപ്പം ഇങ്ങനെ വരും എന്നുള്ളത് ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് എന്ന നിലക്ക് അതിനെ വിശദീകരിക്കുകയും ചെയ്തത് പിന്നെ സഹീഹുൽ ബുഖാരിയിൽ കാണാൻ സാധിക്കും. എന്നാലും ഖബറുകൾ എവിടെയായിരുന്നില്ല, പള്ളിക്കുള്ളിലായിരുന്നില്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജ്റയിലായിരുന്നു എന്നുള്ളതാണ്. ഇതാണ് ആ വിഷയത്തിൽ പിന്നെ മനസ്സിലാക്കാനുള്ളത്. നമ്മൾ സൂറത്തുൽ ഹുജറാത്താണ് ഇനി വിശദീകരിക്കുന്നത്. ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പ്രത്യേകമാക്കിയത്. മാത്രമല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. മനസ്സിലായി? ലോകത്തിൻ്റെ നേതാവായ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉലകത്തിൽ മനുഷ്യരുടെ സയ്യിദാണ്, അഷ്റഫുൽ ഖൽഖാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച ആ വീടിൻ്റെ പ്രത്യേകതയും ആ വീട് ഉൾക്കൊണ്ട പിന്നെ കാര്യങ്ങൾ, അതിൻ്റെ വിഷയങ്ങൾ നമ്മൾ എന്തായാലും അറിയേണ്ടതുണ്ട്. മനസ്സിലായി? റസൂലുള്ളാഹിൻ്റെ ഹുജറ അത് ഈത്തപ്പന പട്ട കൊണ്ടായിരുന്നു. അതിനെ രോമത്തിൻ്റെ ഒരു വസ്ത്രമായിരുന്നു ഇങ്ങനെ പൊതിഞ്ഞിരുന്നത്. ഈത്തപ്പന പട്ടയും ഇഷ്ടികയും വെച്ചായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബൈത്ത് ഉണ്ടാക്കിയിരുന്നത്. ആ ബൈത്തിൽ
സഹവയുണ്ടായിരുന്നു, അതിന് മഷ്റൂബയുണ്ടായിരുന്നു. ആ മഷ്റൂബ എന്ന് പറഞ്ഞാൽ ഖിസാനയാണ്, പിന്നെ സ്റ്റോർ റൂം. ആ സ്റ്റോർ റൂമിൻ്റെ പ്രത്യേകത ഉമർ കണ്ടതൊക്കെയാണ് നമ്മളിവിടെ വിശദീകരിച്ചത്. മനസ്സിലായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നിരുന്ന പായയാണ് നമ്മൾ വിശദീകരിച്ചിരുന്നത്. പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഞാൻ പിന്നെ ആർത്തവകാരിയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിലായിരിക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഹുജറയുടെ വാതിലിൽ വരും. എന്നിട്ട് പള്ളിയിൽ നിന്ന് ഹുജറയിലേക്ക് റസൂലുള്ളാഹി തൻ്റെ തല തൂക്കിയിടും. അപ്പോൾ ഞാൻ ഹുജറയിൽ വെച്ച് റസൂലുള്ളാഹിനെ മുടി ചീകി കൊടുത്തിരുന്നു എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. ആ ഹുജറയാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട ഹുജറ. ഉണ്ടോ? ഇവളത് മസ്ജിദുൻ നബവി ആണെങ്കിൽ റസൂൽ അങ്ങോട്ട് തല തൂക്കിയിടുന്നിട്ട് റസൂലുള്ളാഹിൻ്റെ മുടി ആയിഷ റളിയല്ലാഹു തആല അൻഹ ചീകി കൊടുത്തിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഹദീസിൽ വായിക്കുന്നത്. ഏതായാലും നമ്മൾ ഇത്തരം ഹദീസുകൾ കേൾക്കുമ്പോൾ എവിടെയാണ് ഈ ഹുജറ, എവിടെയാണ് ഈ ബൈറ്റ്സ്, എവിടെയാണ് ഈ സഹ്വ, അതേപോലെ തന്നെ എന്താണ് ഈ മഷ്റൂബ, ഇതൊക്കെ ഹദീസിൽ വായിക്കുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാകണം. അതൊക്കെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഈ പിന്നെ ഹുജറയുമായി ബന്ധപ്പെട്ടുള്ളതായ വിവിധ ഭാഗങ്ങളാണ്. അതേപോലെ തന്നെ കെനീഫ് അതെന്താണ്, അതെവിടെയാണ് തുടങ്ങിയതായിട്ടുള്ളതായ വിഷയങ്ങളൊക്കെ. മനസ്സിലായില്ലേ? എല്ലാ വീടുകളും ഏറെക്കുറെ അടുത്തായിരുന്നു, അതിന് കൂടുതൽ ഉയരണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വീടുകളിലും നിത്യ സന്ദർശകനായിരുന്നു. അലിയാരുടെയും ഫാത്തിമയുടെയും ഈ ഹുജറ അത് തൊട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറക്ക് തൊട്ടായിരുന്നു. സൗദ ബിൻത് ജംഅ റസൂലുള്ളാഹി രണ്ടാമത് കല്യാണം കഴിച്ചത് ഖദീജ റളിയല്ലാഹു തആലക്ക് ശേഷം റസൂലുള്ളാഹി കല്യാണം കഴിച്ചത് ഈ മഹദിയാണ്. സൗദ ബിൻത് ജംഅ സുക്രാൻ റളിയല്ലാഹുവിൻ്റെ ഭാര്യ. അവർ ഹബ്ഷീനയിലേക്ക് ഹിജറ പോയ മഹദിയാണ്. അവർ പിന്നീട് ഭർത്താവ് ഹിജറയ്ക്ക് ശേഷം മരണപ്പെട്ട് അങ്ങനെ റസൂലുള്ളാഹി അവരെ സംരക്ഷിച്ചതാണ് ഈ മഹദിയെ. ആദ്യം മദീനയിലേക്ക് ഹിജറ വന്ന റസൂലുള്ളാഹിൻ്റെ ഭാര്യയാണ് സൗദ റളിയല്ലാഹു തആല. ആയിഷയോടൊപ്പമാണ് അവർ വന്നത്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി അവരുമായിട്ട് വീട് കൂടി. പിന്നെ ആയിഷ റളിയല്ലാഹു തആലയുമായിട്ടും വീട് കൂടുകയുണ്ടായി. സൈനബ് ബിന്ത് ജഹ്ഷിൻ്റെ അതേ വീട്ടിലാണ് ഉമ്മി സലമ റളിയല്ലാഹു തആല പാർത്തത്. കാരണം സൈനബ് ബിന്ത് ജഹ്ഷ് അല്ല, സൈനബ് ബിന്ത് ഖുസൈമ ഹിലാലിയാണ്. ഈ മൈമൂന റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ് സൈനബ്. പിന്നെ ഇവർ പെട്ടെന്ന് മരണപ്പെടുകയുണ്ടായി. പിന്നെ ഉമ്മി സലമയെ കല്യാണം കഴിച്ചപ്പോൾ അവരാണ് ആ ഹുജറയിൽ പാർത്തിയിരുന്നത്. സൈനബ് ബിന്ത് ജഹ്ഷ്, ജുവൈരിയ, റംല ബിന്ത് അബി സുഫിയാൻ, അതേപോലെ മൈമൂന ബിന്തുൽ ഹാരിസ് റസൂലുള്ളാഹി അവസാനം കല്യാണം കഴിച്ച മഹദി. ഇതിനു മുമ്പ് കല്യാണം കഴിച്ച മഹദിയാണ് സഫിയ റളിയല്ലാഹു തആല അൻഹ. അവരുടെ ഹുജറയും ഈ ലൈനിലാണ്. പക്ഷേ അതെവിടെ എന്നുള്ളത് കൃത്യമായിട്ട് ചരിത്രത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പല ചരിത്രകാരന്മാരും ഇങ്ങനെ ഇവിടെ 4 ഹുജറയാണ് നമ്മൾ കാണുന്നത്, 5 ഹുജറകളെ ചേർത്ത് ഇങ്ങനെ വരച്ചത് കാണാൻ സാധിക്കും. പക്ഷേ അതിൽ ഏതാണ് സഫിയയുടേത് എന്നുള്ളത് തിട്ടല്ല. പല ഗ്രന്ഥങ്ങൾ വായിച്ചെങ്കിലും തിട്ടാക്കാൻ സാധിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഈ ഭാഗത്തായിരുന്നു, ഈ ഫിനായിൻ്റെ ഈ ഭാഗത്തായിരുന്നു മസ്ജിദ് നബവിൻ്റെ ബാക്കിൽ അസ്ഹാബു സുഫ എന്ന് പറയുന്ന സാധുക്കളുടെ ഒരു കൂട്ടം താമസിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വീടുകളിൽ നിന്നായിരുന്നു ഈ അസ്ഹാബു സുഫക്കുണ്ടായിരുന്ന ഭക്ഷണങ്ങളും സഹായങ്ങളൊക്കെ എത്തിച്ചിരുന്നത് തുടങ്ങി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഏതായാലും നമ്മൾ സൂറത്തുൽ ഹുജറാത്ത് തുടങ്ങുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്തിന് ഹുജറാത്ത് എന്ന് പേരിട്ട്. എന്താണ് ഈ ഹുജറാത്ത്? അത് മുസ്ലിമീങ്ങൾ അറിയേണ്ടത് അനിവാര്യമാണ്. അതിനാലാണ് ഒരു ക്ലാസ് അതിന് നമ്മൾ പ്രത്യേകമാക്കിയത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് സൂറത്തുൽ ഹുജറാത്ത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.